ഹലോ ഗൈസ്, വെൽക്കം ടു പീഡിയ. എന്താണ് എല്ലാവരുടെയും അഗെയിൻ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാനഡയിൽ തന്നെ ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരും നമുക്ക് അറിയാവുന്നവരും എല്ലാവരും കുറേ പേര് വർക്ക് പെർമിറ്റ് തീർന്നതിൻ്റെ ഭാഗമായിട്ടും സത്യം പറഞ്ഞാൽ ഇവിടെ അടുത്തതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ എങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ജനറലായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് നാട്ടിൽ എല്ലാവരും തിരിച്ചു പോകുന്നത് കാരണം PR കിട്ടാതെ തന്നെയാണ്. വിച്ച് മീൻസ് പെർമനൻറ്റ് റെസിഡൻസി ഒബ്റ്റെയിൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സിനാരിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജോസഫേട്ടൻ കെയിം ടു കാനഡ 2018. ആ സമയത്തും പഠിത്തം കഴിഞ്ഞിട്ട് വരുമ്പോഴും ആ സമയത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രോച്ച് അല്ല ഇപ്പോൾ കറൻ്റ്ലി ഇമിഗ്രേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്രോച്ച്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പണ്ടത്തെ പോലെ എല്ലാവർക്കും PR കൊടുക്കുക എന്നുള്ള പരിപാടി അവർ ടോട്ടലി എടുത്ത് മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ അതൊരു ഭയങ്കര ഒരു വാസ്റ്റ് പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് PR ഇൻ കാനഡ റൈറ്റ് നൗ. കുറേ കാരണങ്ങളുണ്ട് അതിൻ്റെ പുറകിലായിട്ട്. എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും വിചാരിക്കില്ല എന്തായിരുന്നു ഈ പഴയ പ്രോസസ്സ്. അപ്പോൾ അതായത് ഇപ്പോൾ പഴയ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ ഒരു 2 ഇയേഴ്സിൻ്റെ കോഴ്സ്, അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ PG ഡിപ്ലോമ എന്നാണ് പറയണത്. അപ്പോൾ PG ഡിപ്ലോമ എന്ന് പറഞ്ഞ കോഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് കോഴ്സിനേക്കാളും ഒരു ലെവൽ താഴെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനഡയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ ഒരു 2 ഇയർ കോഴ്സ് എടുത്ത് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവർ 2 ഇയർ കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ഇയേഴ്സിന് വർക്ക് പെർമിറ്റ് അവർ തരും. നമ്മൾ ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് SOP എന്ന് പറഞ്ഞ ലെറ്ററൊക്കെ എഴുതുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യണ സമയത്ത്. ഈവൻ അതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അപ്പോഴും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവൻച്വലി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം പഠിക്കുക, അതിന് ശേഷം 3 കൊല്ലം വർക്ക് ചെയ്യുക. ഈ 3 കൊല്ലം വർക്ക് പെർമിറ്റിൻ്റെ പീരീഡിൽ ഏതെങ്കിലും ഒരു റിലവൻറ്റ് സ്ട്രീം, അതായത് വർക്കിംഗ് ഏത് ഫീൽഡിലാണോ ആ സമയത്ത് ഡിമാൻഡ് ഉള്ളത് അതനുസരിച്ച് എക്സ്പ്രസ് എൻട്രി കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, 1 കൊല്ലത്തോളം വർക്ക് എക്സ്പീരിയൻസ് റിലവൻറ്റ് കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പോയിന്റ് മീറ്റ് ആവും, PR ആവും. ഇറ്റ് ബേസിക്കലി വർക്ക്സ് ലൈക്ക് ഒരു പൂളാണ്. ജോസോടൻ പറഞ്ഞ പോലെ തന്നെ ഒരു പൂളാണ്. ആ പൂളിൽ ജസ്റ്റ് ലൈക്ക് നറുക്കെടുപ്പിന് നമ്മൾ ഇടുന്ന പോലെ ഒരു പൂളാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് പോലെ, ഓരോരുത്തരുടെ പേര് എഴുതുന്ന പോലെ ഓരോ പേരിനൊപ്പം തന്നെ യു വിൽ ഗെറ്റ് പോയിന്റ്സ് ഫോർ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. എക്സാമ്പിൾ ദ ഏജിനൊരു പോയിന്റ് ഉണ്ട്. സെർട്ടൻ ഏജിൽ വരെ 30 വയസ്സിനുള്ളിൽ വരെ ഒരു പോയിന്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ദെൻ വെൻ യു ഗോ ആഫ്റ്റർ 31 ആകുമ്പോൾ പോയിന്റ് ഇങ്ങനെ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് കാനഡ നീഡ്സ് യങ്ങർ പീപ്പിൾ ബിലോ 30. അപ്പോൾ ആ ഒരു രീതിയിൽ ഏജിന് പോയിന്റ് ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, bachelor degree you get more points. Bachelor degree in Canada you get more points. Master degree more points. Master degree in Canada more points. അങ്ങനെ ഉണ്ട്. പിന്നെ നാട്ടിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നാട്ടിൽ എഡ്യൂക്കേഷൻ വെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെസ് ചെയ്ത് നമ്മളുടെ അത് ക്രെഡിറ്റ് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ യുൽ ഗെറ്റ് സർട്ടൻ പോയിന്റ്സ് ഓൺ എഡ്യൂക്കേഷൻ ആസ് വെൽ. അതിൻ്റെ ഒപ്പം പിന്നെന്താ ദെൻ യു ഹാവ് വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പോൾ നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. നാട്ടിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഇയർ വർക്ക് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഈസ് ലൈക്ക് ഒരു പ്രോപ്പർ ചാനലിലൂടെ ക്യാഷ് അല്ലാതെ ലൈക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറുന്ന രീതിയിൽ ലൈക്ക് യു ഹാവ് എ സ്റ്റഡി ജോബ് ഇൻ യുവർ കൺട്രി. അപ്പോൾ ദെൻ യു ഹാവ് സർട്ടൻ പോയിന്റ്സ്. പ്ലസ് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് യു ഗെറ്റ് സം പോയിന്റ്സ്. പിന്നെ ദെൻ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ഹാവ് എ സിബ്ലിംഗ്, ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അടുത്ത ഫാമിലി മെമ്പർ ഇൻ കാനഡ ഹു ലിവ്സ് ഇൻ കാനഡ, പുള്ളിക്കാരത്തിക്കോ പുള്ളിക്കാരനോ PR ഉണ്ടെങ്കിൽ യുൽ ഗെറ്റ് സം പോയിന്റ്സ്. അങ്ങനെ എല്ലാ പോയിന്റും കൂടെ വെച്ചിട്ട് യു ഗെറ്റ് ഒരു സർട്ടൻ പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് എല്ലാം കൂടെ ഒരു പൂളിൽ നമ്മളിൽ ഇടും. എന്നിട്ട് അവർ ഓരോ മാസവും എല്ലാ ബൈവീക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴും ദേ കോൾ സർട്ടൻ പോയിന്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 500 വിളിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ ഹു ഹാവ് സ്കോർ എബോവ് 500 ഗെറ്റ്സ് ത്രൂ. അപ്പോൾ അവർക്കൊക്കെ ഡയറക്റ്റ് എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞ സ്കീമിൽ പെട്ടെന്ന് PR കിട്ടാനുള്ള അത് അങ്ങനെ മുന്നോട്ട് പോകും. അത് അങ്ങനെയാണ് പ്രോപ്പറായിട്ട് ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പുറമേ തന്നെ നമ്മൾ താമസിക്കുന്ന ഓരോ പ്രൊവിൻഷ്യൽ ഉണ്ടല്ലോ, ഇപ്പോൾ ലൈക്ക് ഒണ്ടാരിയോ, മാനിറ്റോബ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, അങ്ങനെ പറഞ്ഞ നോവ സ്കോഷ്യ എന്ന് പറയുന്ന കുറേ പ്രൊവിൻസുകളിലും അവരും ഇതേപോലെ ഓരോ പ്രൊവിൻഷ്യൽ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നുണ്ട്. അത് ആ ഒരു പ്രൊവിൻസിൽ ഇത്ര ആസ് ഐ സെഡ് കാനഡ വലിയൊരു രാജ്യമാണ്, അവിടെ ആൾക്കാർ കമ്മിയാണ്. അപ്പോൾ ആ ഒരു
ആ ഒരു പ്രത്യേക പ്രൊവിൻസിൽ ഏത് ജോബിനാണ് അവിടെ ആൾക്കാർ വേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ ജോബിൽ വർക്ക് ചെയ്യുന്നവരിനെ മാത്രം പിക്ക് ചെയ്ത് അവർക്ക് പിയർ കൊടുക്കുന്ന പരിപാടികളും ഉണ്ട്. അങ്ങനെ ദർ വേരിയസ് ഓപ്ഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ലൈക്ക് ജോസഫേട്ടൻ പറഞ്ഞു, ജോസഫ് വന്ന സമയത്ത് വളരെ ഈസി ആയിരുന്നു. സ്കോർ വാസ് അറൌണ്ട് 400. ഐ തിങ്ക് ഞങ്ങൾ വന്ന് അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്ന സമയത്ത് ഇവർക്ക് TR to PR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് ഓൾമോസ്റ്റ് 80 പോയിന്റ്സിനാണ് ഈ CEC എന്ന് അത് TR to PR അല്ല ഈ 80 പോയിന്റ്സ് എനിക്ക് എക്സ്പ്രസ് 75 വരെ വിളിച്ചായിരുന്നു. അതായത് 75 പോയിന്റ്സിന് വരെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ലൈക്ക് ഐ എം സെയിങ് 75 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ലെസ്. അതായത് ഏതൊരാൾ അപ്ലൈ ചെയ്താലും ആൾക്ക് PR ആണ്. അതുമാത്രമല്ല ഈ CEC, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പോയിന്റ് സിസ്റ്റത്തിൻ്റെ CRS പോയിന്റ് എന്നാണ് അതിന് പറയുക. ആ പോയിന്റ് സിസ്റ്റത്തിൽ കാനഡയിൽ നിൽക്കുന്നവർ മാത്രമല്ല ഏത് കൺട്രിയിൽ ജീവിക്കുന്ന ഒരാളായിക്കോട്ടെ, ലെറ്റ്സ് സേ ദുബായ്, ഈവൻ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, എവിടെ നിൽക്കുന്ന ആൾക്കും അതിൽ സിമ്പിളായിട്ട് ചുമ്മാ വായിച്ച് നോക്കി കൊടുത്ത പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. ആ പ്രൊഫൈലിൽ ഏത് രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ വെളി വരാനും പറ്റും PR കിട്ടാൻ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് ഡീൽ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഇമിഗ്രേഷൻ പ്രോസസ്സ് ഭയങ്കര ടഫായിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോലെയല്ല. അപ്പോൾ ഇപ്പം നൗ ദേ ആർ കോളിംഗ് 530+. അതാണ് ഒരു വിളിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന പരിപാടികളെല്ലാം അവർ സ്ക്രാപ്പ് ചെയ്തു. അതായത് അതെ 75 പറഞ്ഞ പോലെ 75 എന്ന് പറഞ്ഞാൽ ഒരു ലെസ് നമ്പർ. ദേ ആർ നൗ കോളിംഗ് 530 ഈസ് വെരി ഇമ്പോസിബിൾ ടു അറ്റൈൻ. ഐ എം സോറി, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പോയി. IELTS ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷിൽ സ്കോറിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സ്കിൽസ് ടു മാക്സിമം സ്കോർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചെറിയ സ്കോർ പോരാ, ജനറൽ നല്ലൊരു സ്കോർ കിട്ടും. ദ മോർ സ്കോർ യു ഗെറ്റ് മോർ പോയിന്റ്സ് യു ഗെറ്റ്. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ പീപ്പിൾ യൂസ് ടു റൈറ്റ് സെൽഫ്. ഈ പറഞ്ഞ പോലെ IELTS ഒക്കെ ഒരുപാട് തവണ എഴുതാറുണ്ട്. ലൈക്ക് എഴുതിയിട്ട് അൺടിൽ ലൈക്ക് 10-15 പ്രാവശ്യം എഴുതിയ ആൾക്കാരെ എനിക്കറിയാം ടു ഗെറ്റ് മാക്സിമം പോയിന്റ് ഔട്ട് ഓഫ് CRS. അപ്പം അങ്ങനെ കിട്ടിയിട്ട് ഹാർഡ്ലി വിൽ ഗെറ്റ് അറൗണ്ട് എന്താണ് ഒരു 500 ഒക്കെ എത്തി. എന്നാലും 530 എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ 530 അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുമാത്രമല്ല അവർ ഇപ്പോൾ കറൻ്റ്ലി ആസ് ഓഫ് നൗ ദേ ആർ കുറച്ചുകൂടെ മോർ ലിനിയൻ ടുവേർഡ്സ് ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ. പണ്ട് എല്ലാ ഇന്ത്യയിൽ നിന്നും എല്ലാവിടെ നിന്നും എടുത്ത പോലെയല്ല, ഇപ്പോൾ ഫ്രഞ്ചാണ് അവർക്ക് കുറച്ചുകൂടെ. ഇത് ക്യൂബെക് ബേസ്ഡ് ഒരു പ്രോഗ്രാമാണോ അതോ? അല്ലല്ല, ഇത് ഫെഡറൽ പ്രോഗ്രാമാണ്. ഇത് ഹോൾ കാനഡ പ്രോഗ്രാമാണ്. അപ്പോൾ ഫ്രഞ്ചിന് എക്സാം ഉണ്ട്. TEF ആണെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. TF ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ അതായത് സെൽഫിപ്പും IELTS പോലെ ഫ്രഞ്ച് പ്രൊഫഷൻസി എക്സാമാണ്. ആ എക്സാം എഴുതി ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഫ്രഞ്ച് കാറ്റഗറിയിൽ വിളിക്കും. ഫ്രഞ്ച് കാറ്റഗറി സ്കോർസ് ആർ വെരി ലോ കമ്പയർഡ് ടു അതർ എക്സ്പ്രസ് എൻട്രി കോൾസ്. നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയാം, നിങ്ങൾക്ക് ഫ്രഞ്ച് നന്നായി സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ യു ആർ ഗെറ്റിംഗ് കനേഡിയൻ PR ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതുപോലെ. പക്ഷെ ഫ്രഞ്ച് പഠിക്കൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അല്ലല്ല, കാരണം ഇപ്പോൾ നമ്മൾ ഈവൻ ദോ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കേരളത്തിൽ നിന്നാണ്, മലയാളികളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതും എല്ലാം ഇംഗ്ലീഷിലായിട്ട് പോലും ഒരു സെൽഫിപ്പും IELTSും അത്രയും പെട്ടെന്ന് CLB 10 സ്കോർ ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഇൻ ജനറൽ അത് കുറച്ച് നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ലാംഗ്വേജ് ആയ ഫ്രഞ്ച് പഠിക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒണ്ടേറിയോയിൽ ഇതുപോലെ തന്നെ ONIP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ ക്യാൻസൽ ചെയ്യുന്നുണ്ടായി. അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുക? ഐ എം നോട്ട് ഷുവർ വാട്ട് ആക്ച്വലി റിയലി ഹാപ്പൻഡ്. പക്ഷേ ONIP സ്കിൽ ട്രെയിൻ ഇപ്പോൾ ഓരോ പ്രൊവിൻസിലും ഓരോ പ്രോഗ്രാമുകളുണ്ട്. പ്രൊവിൻഷ്യൽ പ്രോഗ്രാം. പ്രൊവിൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്. സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ ഒണ്ടാരിയോ, ലൈക്ക് ആസ് ഐ സെഡ് ഒണ്ടാരിയോ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെയുണ്ട്. അപ്പോൾ ഒണ്ടാരിയോയിൽ ഇപ്പം ഞാൻ ഐ സ്റ്റാർട്ട് ബൈ സെയിങ് ഫ്രം ആൽബർട്ട. അപ്പോൾ ആൽബർട്ടയിലുണ്ട് കുറേ എണ്ണം. അപ്പോൾ ആൽബർട്ടയിൽ ഇപ്പോൾ ഡിമാൻഡഡ് ഒക്യുപ്പേഷൻസ് ഉണ്ട്. അപ്പോൾ ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതായത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ സോഷ്യൽ വർക്കിൽ വർക്ക് ചെയ്യുന്നവർ, നേഴ്സ് കാറ്റഗറിയിൽ, ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആൽബർട്ട ഗവൺമെൻറ് വിൽ ഗിവ് യു എ പ്രൊവിൻഷ്യൽ നോമിനി. പ്രൊവിൻഷ്യൽ ഇത് കിട്ടും, PNP തരും. പ്രൊവിൻഷ്യൽ നോമിനി അത് അപ്രൂവ് ചെയ്യും.
അപ്പോൾ അപ്രൂവ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നേരെ ഒന്നില്ലെങ്കിൽ അപ്രൂവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 600 points ഇഫ് യു ആർ ഗോയിങ് ത്രൂ എക്സ്പ്രസ് എൻട്രി. ഞാൻ ആദ്യം പറഞ്ഞ പൂളിലോട്ട് യു വിൽ ഗെറ്റ് ഡയറക്റ്റ്ലി നമ്മൾ അതിലോട്ട് പോയിട്ട് 600 points കിട്ടും. ബട്ട് ദെൻ അതിനുശേഷം PNP എന്ന് പറഞ്ഞൊരു കോള് വിളിക്കും. അപ്പോൾ യു വിൽ ഗെറ്റ് PR കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 600 points അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിൻസിൽ നിങ്ങൾ പ്രൊവിൻസിൽ അതായത് ഇപ്പോൾ ജോസഫ് ഏട്ടൻ അപ്ലൈ ചെയ്തു, ഹെൽത്ത് കെയറിലാണ് ജോസഫ് ഏട്ടൻ പ്രൊഫൈൽ ഉണ്ടാക്കി. ഓരോ ലൈക്ക് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഞാനത് പറഞ്ഞ് ശ്രമിക്കാൻ പറ്റും നോക്കാം. അതായത് ഇപ്പോൾ ആൽബർട്ടിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ലൈക്ക് നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് EOI എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൽബർട്ടിലും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലും ഈ പറഞ്ഞ പോലെ കുറേ ക്രൈറ്റീരിയ വെച്ചിട്ട് യു വിൽ ഗെറ്റ് സം പോയിന്റ്സ്. അപ്പോൾ ആ പോയിന്റിൽ അവർക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട്, ലൈക്ക് ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീം, ആക്സിലേറ്റഡ് ടെക് പാത്വേ, അങ്ങനെ ഡെഡിക്കേറ്റഡ് ഹെൽത്ത് കെയർ പാത്വേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പോയിന്റ് വെച്ചിട്ട് നിങ്ങളെ ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോസഫ് ഏട്ടൻ അപ്ലൈ ചെയ്തു, ജോസഫ് ഏട്ടൻ ഹാവ് ലൈക്ക് അറൌണ്ട് 60 points ആൻഡ് ഹീസ് വർക്കിംഗ് ആസ് എ നേഴ്സ് ഓർ എനി ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ജോസഫ് ഏട്ടന് ഡയറക്റ്റ്ലി ഒരു പ്രൊവിൻസിൽ നിന്ന് ജോസഫ് ഏട്ടൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുമല്ലോ. അപ്പോൾ ജോസഫ് ഏട്ടൻ്റെ മെയിൽ വരും, ഓക്കെ യു ആർ സെലക്റ്റഡ് എന്തോ അതിങ്ങനെ പറയാം. അപ്പോൾ ജോസഫ് ഏട്ടൻ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും. ദെൻ എല്ലാം മാച്ച് ആവണേ ദിൽ അവാർഡ് ഹിം വിത്ത് PNP. എന്നിട്ട് PNP വെച്ചിട്ട് ദെൻ ഈ PNP വെച്ചിട്ട് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാം. അത് വേറൊരു പ്രോസസ്സായിട്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഒണ്ടാരിയോയിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ONIP സ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അതായത് അതിലൊരു ട്രേഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രേഡായിട്ട് ഇവിടെ വാല്യൂ ചെയ്യുന്ന കുറച്ച് ഒക്യുപ്പേഷൻസ് ഉണ്ട്, ലൈക്ക് കാർപ്പൻട്രി ഉണ്ട്, കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ ട്രേഡാണ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പിന്നെന്താ മെഷീനിങ്, അങ്ങനെ കുറേ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഇവിടെ സ്കൂളിൽ പോകാൻ പറ്റും. നമുക്ക് 4 കൊല്ലം പഠിക്കണം. ഇതൊക്കെ ഇവിടെ മെയിനായിട്ട് നമുക്ക് ജേർണിമാൻ ആവണമെങ്കിൽ ലൈക്ക് വർക്ക്ഷോപ്പിൽ മെക്കാനിക്ക്, എന്തെങ്കിലും മെക്കാനിക്ക്, മിൽ റൈറ്റ്സ്, വെൽഡിങ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 4 കൊല്ലം ഇവിടെ പഠിക്കണം. അതായത് 2 മാസം പഠിത്തം 6 മാസം വർക്ക് ചെയ്യുക, അങ്ങനെയാണ് സ്കീം പോകണം. യു ഗെറ്റ് മോർ മണി ഓവർ ദ ഇയേഴ്സ്. എല്ലാം 4 കൊല്ലം പഠിച്ച് എക്സാം എല്ലാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ജേർണിമാൻ. അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ഓൾ ത്രൂ പ്രൊവിൻസിലും ജേർണിമാനും അതിൻ്റെ ശേഷം ഒരു എക്സാം കൂടി എഴുതി യു വിൽ ഗെറ്റ് റെഡ് സീൽ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഹോൾ കാനഡ നിങ്ങൾ ഈ ജോലി ചെയ്യാൻ നിങ്ങൾ പ്രാപ്തനാണ്. നിങ്ങൾ ആരും തടയത്തില്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. വെരി ഗുഡ് പരിപാടിയാണത്. അപ്പോൾ ഇതേപോലെ ഈ ട്രേഡിൽ സ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ONIP ഇടയ്ക്കിടയ്ക്ക് കോൾ വിളിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ മെഷീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വെൽഡറായിട്ട് വർക്ക് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ പറയാണ് ഓൺ പേപ്പർ ഞാൻ വെൽഡറാണ്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഒണ്ടാരിയോയിൽ PNPക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യണു. എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒണ്ടാരിയോ മനസ്സിലാക്കണം, ഓക്കെ ദിസ് ഗൈ ഈസ് ലെജിറ്റ്, അപ്പോൾ ഞാൻ ഇവനെ PNP കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് PNP കൊടുക്കുന്നു. PNPക്ക് ശേഷം ഈ പറഞ്ഞ പോലെ PR സെയിം പ്രോസസ്സ്. പക്ഷേ ഒണ്ടാരിയോയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ മിസ്യൂസ്ഡ് ദ ഹോൾ സ്കിൽ ട്രേഡ് പരിപാടി. അതായത് ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ടിം ഹോട്ടൻസിലോ മെക്ഡൊണാൾഡ്സിലോ ആയിരിക്കും, KFCയിലോ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്തിട്ട് കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, ഒന്നും വിചാരിക്കരുത്, നമ്മുടെ നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളല്ല, പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മളവിടെ ഈ ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേപ്പറുകളൊക്കെ ഉണ്ടാക്കി പൈസയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ഉടായ്പ ചെയ്തിട്ട് അവർക്ക് PR കൊടുക്കണ ഒരു പരിപാടി ഇവർ അത് ചെയ്തു തുടങ്ങി. സിസ്റ്റത്തിന് അവർ പ്രോപ്പർ കറപ്ഷൻ ചെയ്തു തുടങ്ങി. അപ്പോൾ ഈ പരിപാടി ഗവൺമെൻറ്റിന് മനസ്സിലായി. ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും മോശക്കാരാണ്, ഇവരൊന്നും ലെജിറ്റ് അല്ല എന്ന് മനസ്സിലായി. ഐ എം നോട്ട് ജനറലൈസിങ്, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയണം. ഒരു ഭൂരിഭാഗം പേരും ഇങ്ങനെ ചെയ്തു. അത് ചെയ്തത് ഗവൺമെൻറ്റിന് മനസ്സിലായി. അപ്പോൾ ഗവൺമെൻറ് ഹോൾ പരിപാടി അങ്ങനെ എടുത്തു കളഞ്ഞു. അതായത് 10,000 പേർക്ക് 10,000 people who actually applied for all this PNP got rejected just like that. In a second എല്ലാവരുടെ റിജക്ഷൻ സംഭവിച്ചു. ഈവൻ ലെജിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തവർ എല്ലാവരും അങ്ങനെ ലെജിറ്റ് ആരാണ് മറ്റേ ലീഗൽ ആരാണെന്നൊന്നും ഒരിക്കലും അറിയേണ്ട കാര്യമില്ല. അവരെല്ലാവരും ഇത് ക്യാൻസൽ ചെയ്തിട്ട് അവരുടെ എല്ലാവരുടെയും ചാൻസ് പോയി. അത് കുറേ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ശരിക്കും ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതിന് പ്രൊട്ടസ്റ്റിന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ കാര്യം ഈ ഡിപ്പെൻഡിങ് ഓൺ ദ സിനാരിയോ കാര്യം ഒരുപാട് പേര് അവരുടെ ഫാമിലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ പാരൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞാൽ
100 പേരിൽ 10 പേര് ചെയ്താണെങ്കിലും 10 പേര് ചെയ്തതാണെങ്കിലും ബാക്കി 100 പേര് ഇപ്പോൾ ബാധിച്ചല്ലോ. അതെ, ബാധിച്ചു ഓൾറെഡി. ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇനി 10,000 പീപ്പിളിൽ ദർ ആർ പീപ്പിൾ ആക്ച്വലി ഇവിടെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത് തന്നെ ഒരു മാർഗ്ഗമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഈസ് വെരി പരിതാപകരം. കാരണം അവർക്ക് ഒന്നില്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. അപ്പം അങ്ങനെ ഇവർ ടോട്ടലായിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പരിധിക്ക് ശേഷം ഇവരത് ക്ഷമിക്കില്ലല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ അതിന് തിരിച്ചടിച്ചാണ് ഇവർ പ്രോപ്പറായിട്ട്. ഇത് ഇപ്പോൾ കാനഡയിൽ നടക്കുന്ന അതിന് ലോട്ട് ഓഫ് പീപ്പിൾ എല്ലാവർക്കും PR കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയാൻ പറ്റും. പിന്നെ വേറൊരു മെയിൻ കാര്യം എനിക്ക് ഇതിൻ്റെ ഒപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ലോട്ട് ഓഫ് ഇപ്പം കാനഡയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇമിഗ്രേഷൻ കൺസൾട്ടൻസിന് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ എല്ലാം നമ്മൾ ഒരാൾ അഡ്വക്കേറ്റിന് വെക്കുന്നു, ആൾ എനിക്ക് PR ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് they are asking for very huge sum of money. അതായത് $10,000-20,000, $22,000, $30,000, $50,000 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഇത് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ ഇവർക്ക് കാനഡയിൽ നിൽക്കും വേണം. അപ്പോൾ ഇവരൊന്നും നോക്കാതെ ഇവർ പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മളൊന്നും അന്വേഷിക്കാതെ പൈസ എടുത്ത് കൊടുക്കും. നല്ല പണിയും എടുത്ത് തരും, കേട്ടല്ലോ. അപ്പോൾ മേക്ക് ഷുവർ യു ആർ ആക്ച്വലി ഗോയിങ് ടു ലെജിറ്റ് പ്രോപ്പറായിട്ട് ഒരുപാട് റെഫറൻസ് ഉള്ള, അതായത് ഒരുപാട് പേര് കേട്ട ഒരാളോട് പോകണമെന്ന് ഞാൻ പറയത്തില്ല. ലൈക്ക് ഇഫ് യു നോ സമ്മൺ ഹു ആക്ച്വലി ബീൻ ത്രൂ ദാറ്റ് പേഴ്സൺ, അതിനുശേഷം നിങ്ങൾ സംസാരിച്ച് നോക്കുക. ലൈക്ക് ഇത് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ടോക്ക്, ഇപ്പോൾ നിങ്ങളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതി, നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത രീതി സംസാരിക്കരുത്. തനിക്ക് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സ്റ്റഡി ഒപ്പീനിയൻ നമുക്ക് വേണം. കാരണം അല്ലെങ്കിൽ അവരത് മിസ്യൂസ് ചെയ്യും, അവർ തിരിച്ച് ബാക്ക്ലാഷ് ചെയ്യും. കാരണം അവർക്ക് നമ്മളല്ലാതെ വേറെ ക്ലയൻസ് കിട്ടും, നമുക്കും അവരല്ലാതെ വേറെ ഒരുപാട് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ കിട്ടും. അപ്പം നമ്മൾ റിസർച്ച് ചെയ്യുക, നമ്മളവർ സംസാരിക്കുക, ഇവരുടെ ഒരു വൈബ് നമുക്ക് മാച്ച് ആവുന്നുണ്ടോ, ഇവർ നമുക്ക് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഹാൻഡ് ഓവർ ദ മണി, ഹാൻഡ് ഓവർ ദ ഫയൽസ് ആൻഡ് വാട്ട് നോ. കാരണം എനിക്ക് പേഴ്സണലി സംഭവിച്ചതാണ്. ഞാൻ ഒരാളുടെ പുറകെ പോയിട്ട് ആൾ ചെയ്തത് കാരണം എനിക്ക് എൻ്റെ PR നഷ്ടപ്പെട്ടാണ്. അതായത് അതിനുശേഷം ഞാൻ വേറൊരു ഞാൻ ചീപ്പായിട്ട് അതായത് ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ചീപ്പായിട്ട് എൻ്റെ പേപ്പറിൽ ഒരു പ്രശ്നമില്ല, സ്ട്രെയിറ്റ് ത്രൂ പേപ്പറായിരുന്നു. ഞാൻ ആ സമയത്ത് ചെയ്യാനുള്ള മടി കാരണം എന്തോ ഒന്നും ചിന്തിക്കാതെ ഞാനൊരു വേറൊരു പുള്ളിക്കാരനെ ഏൽപ്പിച്ചു. ഹി വാസ് വെരി ചീപ്പ്. അതായത് പൈസ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പൈസ കമ്മിയ ഒരാളായിരുന്നു കമ്പയർ ടു എവരിബഡി എൽസ്. അപ്പോൾ അവർ തന്നെയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി എൻ്റെ വൈഫിൻ്റെ പേപ്പറിനൊക്കെ ശരിയാക്കി തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വന്ന് പറഞ്ഞു. പിന്നെ അത് ഭയങ്കരമായിട്ട് ബാക്ക്ലാഷായി, ടൈറ്റിൽ മാറിപ്പോയി, എൻ്റെ എല്ലാം പോയി. അങ്ങനെ എൻ്റെ PR നഷ്ടപ്പെട്ടു പോയതാണ് ഈ ഒരു പുള്ളിക്കാരൻ കാരണം. അപ്പോൾ യു ആക്ച്വലി ഡോണ്ട് ഗോ ഫോർ ദ മണി. അപ്പോൾ മേക്ക് ഷുവർ റൈറ്റ് ഫോർ ദ പേഴ്സൺ. അപ്പോൾ കുറേ റെഫറൻസ് ഉള്ള കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കുറേ ആൾക്കാർക്ക് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് സംസാരിക്കുക. ജസ്റ്റ് ലൈക്ക് ചൂസിങ് യുവർ ഓൺ റിയൽട്ടർ. ഇവിടെ ഒരു വീട് വാങ്ങിക്കാൻ നിങ്ങൾ റിയൽട്ടറിനെ ചൂസ് ചെയ്യണം എങ്ങനെ, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന വേറൊരു കാര്യം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഐ തിങ്ക് യു ഷുഡ് ഓൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ദ റൈറ്റ് ഏജൻറ്റ് ആൻഡ് ഓൾസോ ഇപ്പോൾ തിരിച്ച് നാട്ടിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടൊരു അഡ്വൈസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഇഫ് യു ആക്ച്വലി ഗെയിൻ ആൻ എക്സ്പീരിയൻസ് ഫോർ ലൈക്ക് 1 year. യെസ്, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇപ്പോൾ ലൈക്ക് നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ നാട്ടിൽ പോകുന്ന എല്ലാവരും കാനഡയിൽ 2 year അല്ലെങ്കിൽ 1 year വർക്ക് ചെയ്തവരായിരിക്കും. അപ്പോൾ 1 year വർക്ക് ചെയ്യുമ്പോഴും 500+ പോകത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നാട്ടിൽ പോയിട്ട് നിങ്ങളൊരു 1 year ഇത് വേറൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു ജോലി പറ്റത്തില്ല കേട്ടോ ഗൈസ്. ലൈക്ക് ഇവിടെ എല്ലാ ജോലിയും ഓരോ tier സിസ്റ്റത്തിൽ വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മാനേജർ പൊസിഷൻ, ഈ പറഞ്ഞ പോലെ അതിന് തൊട്ട് താഴെയുള്ള വേറെ പൊസിഷൻ, പിന്നെ അതിന് തൊട്ട് താഴെയുള്ള വേറെ പൊസിഷൻ, അങ്ങനെ കുറച്ച് ഒരു കാറ്റഗറി ഉണ്ട് ലൈക്ക് എ ട്രീ. അപ്പോൾ നമ്മൾക്കൊരു Tier 0, 1, 2, 3, 4 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് എ Tier 2 ജോബ്. ഒരു മിഡിലുള്ള ജോലി എങ്ങനെ വേണം, പിന്നെ താഴത്തുള്ള ടൈറ്റിൽ വെച്ചിട്ട് നമുക്ക് അപ്പോൾ ആ എക്സ്പീരിയൻസ് അവിടെ കണക്കാക്കത്തില്ല. അപ്പോൾ യു ഷുഡ് ഹാവ് എ ജോബ് വിച്ച് ഈസ് ആക്ച്വലി ഒരു നല്ലൊരു ജോലിയായിട്ടുള്ള ജോലി, Tier 2 ഒരു മാനേജർ പൊസിഷൻ അല്ലെങ്കിൽ ഒരു Tier 2 ഏതെങ്കിലും ജോലി. അത് നമുക്ക് ഈ എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി കാണാൻ പറ്റും. അപ്പോൾ ആ ജോലി ഏതാ നോക്കി ആ ടൈറ്റിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ 1 year ഏതെങ്കിലും ജോലി വെച്ചിട്ട് ആ ഒരു ജോലി നിങ്ങൾ അപ്ലൈ ചെയ്തതിന് യു ഗെറ്റ് 50 points. 50 പോയിന്റ്. ഇത്രയും ഈസി ആയിട്ട് 50 പോയിന്റ് പിടിക്കാൻ പറ്റുന്ന വേറെ ഓപ്ഷൻ വേറെ ഇല്ല. നാട്ടിൽ പോവുകയാണ്, എന്തോ ചെയ്യണമെന്നറിയില്ല, നാട്ടിൽ പോവുക, 1 വർഷം നാട്ടിൽ വീട്ടുകാരുടെ ഒപ്പം ഇരിക്കുക, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുക, ഒരു 50 പോയിന്റ് കിട്ടുക, CECയിൽ പിന്നെയും പേപ്പർ വയ്ക്കുക, യു ആർ ഗെറ്റിംഗ് ഇൻവൈറ്റഡ്, യു ആർ കമ്മിങ് ബാക്ക് ടു ദ കൺട്രി അഗെയിൻ.
അതാണ് എൻ്റെ പേര്. അതും വേറൊരു ഓപ്ഷനോടെയാണ്. ഇല്ല അത് കേട്ടതല്ല, അത് ശരി തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ ഒരുപാട് പേര് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ വേറൊരു മെയിൻ ചോദ്യമുണ്ട്, വിച്ച് ഐ റിയലി വാണ്ടഡ് ടു കൺവേ. IELTS ആണോ സെൽഫ് ആണോ നല്ലതെന്ന് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട്. ജോസോട് രണ്ടും എഴുതിയിട്ടുണ്ട്. IELTS മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ IELTS ആണ് സ്റ്റഡി പെർമിറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എഴുതിയത്. മറ്റേ അത് അക്കാഡമിക് ആയിരുന്നു. വിച്ച് വാസ് ഓക്കെ. ഫസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ജനറൽ IELTS എഴുതി, അതും ഓക്കെ ആയിരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ എക്സ്പയർ ആയ സമയത്ത് ഐ ഹാഡ് ടു, അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു സെൽഫ് ഒന്ന് എഴുതി നോക്കുമെന്ന്. സെൽഫ് എഴുതി. സെൽഫ് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഐ ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട് ലൈക്ക് ദിസ്. ഇതിപ്പോൾ നമ്മൾ IELTS എഴുതുമ്പോൾ യു ഹാവ് വാട്ട് ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിലും ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇത് എക്സാം ജനറൽ എഴുതാൻ പോകുന്ന സമയത്ത് ഈ ലിസ്ണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ഓൺ ദ ഗോൾ ഒറ്റയടിക്ക് എഴുതാം. സ്പീക്കിംഗ് ദെൻ യു ഹാവ് ടു വെയിറ്റ് അനദർ 2 hours ടു ഗെറ്റ്, അല്ലെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് കൊടുക്കേണ്ടി വരും. ഇതൊരു ദിവസത്തെ പരിപാടിയാണ് ഈ IELTS. ഇത് കറക്റ്റ് 4 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറിൽ ടോട്ടൽ എക്സാം ആയി തീരും. ഇത് റിസൾട്ട് വരാൻ 3-4 IELTS റിസൾട്ട് വരാൻ ഒരു 3 ദിവസം 4 ദിവസം പിടിച്ചാലും ഇത് 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഇത് എന്തായാലും റിസൾട്ട് വരും. പിന്നെ ഇതിൻ്റെ പാസേജുകളും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ സെൽഫ് പാസേജുകളും സെൽഫ് ലിസ്ണിംഗ് പാറ്റേണും റീഡിങ് പാറ്റേണൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയി തോന്നി കമ്പയർ ടു IELTS. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. ആകെ എനിക്കൊരു മോശം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ആണ് ഓൺ സെൽഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിങ്ങിൽ നമുക്ക് ബാക്ക് ടു ബാക്ക് ഒരു 8 ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ആ 8 ചോദ്യം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം പെട്ടപ്പെടാന്ന്. അതേസമയം സെൽഫ് നമ്മൾ ഒരാളോട് സംസാരിക്കും. അപ്പൊ നമ്മൾ IELTS ഒരാളോട് സംസാരിക്കണേ. അപ്പൊ നമ്മൾ കൂളായിട്ട് നമ്മൾ എങ്ങനെ ആൾക്കാരോട് സംസാരിക്കാം. പക്ഷെ മറ്റേന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അയ്യോ ഇതെന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ ആയിപ്പോവും. ഇറ്റ്സ് വെരി നോർമൽ. അപ്പോൾ എനിക്ക് ആ ഒരു നെഗറ്റീവ് മാത്രമാണ് എനിക്ക് സെൽഫ് IELTSന് തോന്നിയുള്ളൂ. പിന്നെ സ്കോർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന സ്കോർ സെൽഫ് ആണെന്ന് തോന്നുന്നു. പിന്നെ റീവാലുവേഷൻ ആണെങ്കിൽ തന്നെ ഇതിൽ IELTS റീവാലുവേറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു പേ $300 or $400 സംതിങ്. ഇതിൽ ഒരു മൊഡ്യൂളിന് 65 കൊടുത്ത് നമുക്ക് ആ ഒരു മൊഡ്യൂൾ മാത്രം റീവാലുവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് മാർക്ക് കമ്മി, അപ്പോൾ നിങ്ങൾ വിചാരിക്കും റീഡിംഗ് എനിക്കൊന്ന് റീവാലുവേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടും തോന്നുകയാണെങ്കിൽ റീഡിംഗ് മാത്രം $65 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം റീവാലുവേഷൻ ചെയ്തിട്ട് റിസൾട്ട് അതൊരു ഒരാഴ്ചക്കുള്ള റിസൾട്ടും വരും. വിച്ച് ഐ ഫൈൻഡ് ഈസ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ സെൽഫ് IELTS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ ജനറൽ എഴുതുകയാണെങ്കിൽ ഓൾവേസ് ഗോ ഫോർ സെൽഫ്. കാരണം ഒന്നാമത്തെ കാര്യം വെരി ഫാസ്റ്റ്, 4 മണിക്കൂർ 3.5 മണിക്കൂർ പരിപാടി കഴിയും. രണ്ടാമത്തെ കാര്യം റിസൾട്ടും വെരി ഫാസ്റ്റ്, 2 ദിവസത്തെ റിസൾട്ട് വരും. മൂന്നാമത്തെ കാര്യം സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു ഫോർ കമ്പയർ ടു IELTS. അത് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് അതർ പീപ്പിൾ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്, ഇവിടെ റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന എല്ലാവരും തിരിച്ചു വരും ഓഫ് കോഴ്സ്. ഇപ്പോൾ അയ്യോ എൻ്റെ കനേഡിയൻ ഡ്രീം അവസാനിച്ചോ എന്ന് പറഞ്ഞാൽ തിരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാനഡ ഇസ് ജസ്റ്റ് ലൈക്ക് അനദർ കൺട്രി. ഇപ്പോൾ പോയെല്ലാം തിരിച്ചെപ്പോഴാണെങ്കിൽ ആൾക്കാർക്ക് വരാൻ പറ്റും. ഈ സ്ഥലത്തിന് എന്തായാലും ആൾക്കാരെ ആവശ്യമുണ്ട്. നിങ്ങളോട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ എത്രയും വലിയ രാജ്യത്ത് ഇപ്പോൾ ആൾക്കാരെ പറഞ്ഞു വിടും, എന്നിട്ട് പിന്നെയും തിരിച്ചു വിളിക്കും. ഏതെങ്കിലും ഒരു സമയം എന്തായാലും തിരിച്ചു വിളിച്ചേ പറ്റും. പിന്നെ അപ്പോൾ അതാണ്. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നുമില്ല ജീവിതം. എനിക്ക് തോന്നുന്നു നാട്ടിലോട്ട് പോയ സമയത്ത് നാട്ടിലെ ജീവിതമാണ് ഗൈസ് അടിപൊളി. ടു ബി ഓണസ്റ്റ്, ഇവിടെ പട്ടിനെ പോലെ പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസയിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. ടാക്സ് ഒക്കെ പിടിച്ചിട്ട് ഒന്ന് ആലോചിക്കേ. അല്ല അതിൻ്റെ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. ഐ ഫീൽ ഐ ഡോണ്ട് നോ. പക്ഷെ എല്ലാം സുഖമാണ് ഗൈസ്. എന്തായാലും എല്ലാം നടക്കേണ്ട പോലെ നടക്കട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പീസ്.